കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും കാലവർഷം ശക്തി പ്രാപിച്ചതുമാണ് മഴയ്ക്ക് കാരണം. വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, സംസ്ഥാനം പരക്കെ മഴയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം മാത്രമല്ല കാലവർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തി പ്രാപിച്ചതുമാണ് കാരണമെന്ന് മനസ്സിലാക്കുന്നു. ഈ വടക്കൻ ജില്ലകൾക്ക് ഉൾപ്പെടെയുള്ള മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? തെക്കൻ ജില്ലകൾക്ക് മുന്നറിയിപ്പുകളില്ലേ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഒപ്പം തന്നെ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചത് തന്നെയാണ് സംസ്ഥാനത്ത് അതിശക്തമായതും അതിതീവ്രമായതുമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് 3 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളത്. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരദേശങ്ങളിൽ ഉയർന്ന ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുള്ളതായി സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം വേണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. തീരദേശങ്ങളിൽ താമസിക്കുന്നവർ, ഒപ്പം തന്നെ കടലിൽ മത്സ്യബന്ധനത്തിന് ഏതെങ്കിലും കാരണത്താൽ പോയിട്ടുള്ളവരൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്നുള്ളൊരു ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി ഈ ജില്ലകൾക്ക് പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി വരും ദിവസങ്ങളിലും മഴ ശക്തമാകും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. നാളെയും സമാനമായി തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ശക്തമായ കാറ്റ് ഉണ്ട്, കടൽ പ്രക്ഷുബ്ധമാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളായിട്ടുള്ള ഈ തീരദേശ മേഖലകളിൽ ഇറങ്ങുന്നവരൊക്കെ തന്നെ സുരക്ഷിതരാക്കണം. സുരക്ഷിതമല്ലാത്ത മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇടുക്കിയിലേക്ക് അടക്കമുള്ള രാത്രി സഞ്ചാരത്തിന് നിരോധനമടക്കം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടവും നൽകുകയാണ്. ഡാമുകളിലും ഒപ്പം തന്നെ നദികളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കരമന, കിള്ളിയാർ അടക്കമുള്ള നദികളുടെ സമീപത്ത് താമസിക്കുന്നവരും അരുവിക്കര അടക്കമുള്ള ഡാമുകളുടെ സമീപത്ത് താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ മണിക്കൂറിൽ നൽകുന്നുണ്ട്. എന്നാലും അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്കാണ് വരുന്ന 5 ദിവസം സംസ്ഥാന വ്യാപകമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ലക്ഷ്മി.